മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അംഗങ്ങൾക്ക് സംസാരിക്കാൻ അവസരം നിഷേധിച്ച് പ്രമേയം പാസാക്കിയത് നിയമലംഘനമാണെന്നാരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ പരാതി നൽകി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ, സ്പെഷ്യൽ സെക്രട്ടറി എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കാണ് പ്രതിപക്ഷ അംഗങ്ങൾ പരാതി നൽകിയിരിക്കുന്നത്. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അംഗങ്ങൾക്ക് സംസാരിക്കാൻ അവസരം നിഷേധിച്ച് പ്രമേയം പാസാക്കിയത് നിയമലംഘനമാണെന്നാരോപിച്ചാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പരാതി നൽകിയത്. കഴിഞ്ഞ 26-ന് ചേർന്ന പ്രത്യേക യോഗത്തിൽ നഗരസഭാ സെക്രട്ടറിയെ സ്ഥലം മാറ്റണമെന്ന പ്രമേയം അവതരിപ്പിച്ച് ചർച്ച ചെയ്യാതെ പാസാക്കിയത് നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്നാണ് പരാതി. ഇതുമൂലം കൗൺസിലർമാരുടെ അഭിപ്രായം ചർച്ച ചെയ്ത് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താനും അവസരം നഷ്ടപ്പെട്ടെന്നാണ് ആക്ഷേപം. വിഷയം അവതരിപ്പിച്ച ശേഷം ചർച്ചയ്ക്ക് അവസരം നൽകാതെ വോട്ടിനിട്ട് പാസാക്കുകയായിരുന്നു. ഇത് 1994-ലെ കേരള മുനിസിപ്പാലിറ്റീസ് ആക്ടിന്റെയും കൗൺസിൽ നടപടിക്രമങ്ങളുടെയും സ്വാഭാവിക നീതിന്യായ തത്വങ്ങളുടെയും ലംഘനമാണ്. സെൻസസ് ചുമതലയുള്ള സെക്രട്ടറിക്കെതിരെ ക്രമവിരുദ്ധമായെടുത്ത തീരുമാനം പരിശോധിക്കപ്പെടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. LDF അംഗങ്ങളുടെ വിയോജനക്കുറിപ്പ് രേഖാമൂലം സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. നിയമവിരുദ്ധമായി പാസാക്കിയ പ്രമേയം റദ്ദു ചെയ്ത് നിയമാനുസൃത ചർച്ചയ്ക്കായി കൗൺസിൽ യോഗം വിളിക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് LDF കൗൺസിലർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ, സ്പെഷ്യൽ സെക്രട്ടറി, ജില്ലാ ജോയിന്റ് ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നത്. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, NBA, NAC അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, ബിടെക് കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.